നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അബുദാബി വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്നും പ്രവാസികളുമായി എയർ ഇന്ത്യ വിമാനം പറന്നുയരുമ്പോൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പുകളായിരുന്നു നാം ഓരോരുത്തർക്കും. എന്നാൽ അവിടെ 3-ാം നമ്പർ ടെർമിനലിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു ഒരു ഉമ്മയും മകനും. ആരുടെയെങ്കിലും യാത്ര മുടങ്ങിയാൽ പകരക്കാരായി വിമാനത്തിൽ കയറിപ്പറ്റാം എന്ന മോഹവുമായി ഒരു രാത്രിയും പകലുമാണ് ഇവർ വിമാനത്താവളത്തിൽ കഴിച്ചുകൂട്ടിയത്. എല്ലാവരെയും പോലെ പട്ടിണിയില്ലാത്ത ജീവിതം സ്വപ്നം കണ്ട് മകനെയും കൂട്ടി 3 മാസം മുൻപ് അബുദാബിയിലെത്തിയ കോഴിക്കോട് നടക്കാവ് പണിക്കർ റോഡിൽ കടക്കാലകം പറമ്പിൽ അഷ്റഫിന്റെ ഭാര്യ റജീനയും മകൻ ഷർബാസുമാണ് വിമാനത്താവളത്തിലെ കണ്ണീർ കാഴ്ചയായത്. അയൽക്കാരിയുടെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് ഫെബ്രുവരി 4-ാം തീയതിയാണ് മകനെയും കൂട്ടി റജീന ഗൾഫ് നാട്ടിലെത്തിയത്. പലഹാരമുണ്ടാക്കി വിൽപ്പന നടത്താൻ സൗകര്യം ചെയ്തു തരാമെന്നായിരുന്നു അയൽക്കാരിയുടെ വാഗ്ദാനം. എന്നാൽ ഇവിടെ എത്തിയ വിളിച്ചപ്പോഴാകട്ടെ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഗൾഫിലെത്തിയ ഉമ്മയും മകനും കിടന്നുറങ്ങാൻ മാർഗമില്ലാതെ ആദ്യ ദിവസം തന്നെ അലഞ്ഞു നടക്കേണ്ടി വന്നു. ഒടുവിൽ അബുദാബി നഗരത്തിലെത്തി 230 ദിർഹം വാടക നൽകി ഹോട്ടലിൽ മുറിയെടുത്തു. അന്ന് പരിചയപ്പെട്ട മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൗറൂഫ് എന്നയാളാണ് ഇവർക്ക് താത്കാലിക താമസ സൗകര്യമൊരുക്കിയത്. പലഹാരമുണ്ടാക്കി നാട്ടിലെ പോലെ ഇവിടെ വിറ്റഴിക്കാമെന്നതായിരുന്നു ഇവരുടെ സ്വപ്നം. കൂനിന്മേൽ കുരുവെന്ന പോലെ നാടിനെ പിടിച്ചുലച്ച് കോവിഡും എത്തിയതോടെ ഉമ്മയ്ക്കും മകനും പ്രവാസ ജീവിതം തുടക്കത്തിൽ തന്നെ കൈപ്പേറിയതായി. അങ്ങനെയാണ് നാട്ടിലേക്ക് തിരിക്കാൻ എംബസിയിൽ അപേക്ഷ നൽകിയത്. ആദ്യ വിമാനത്തിൽ ഏതെങ്കിലും യാത്രികർ വരാതിരുന്നാൽ കയറിപ്പറ്റാം എന്ന പ്രതീക്ഷയിലാണ് വ്യാഴാഴ്ച രാത്രി തന്നെ അബുദാബി വിമാനത്താവളത്തിലെത്തിയത്. ഇവരുടെ ദുരിതകഥ കേട്ട ഉദ്യോഗസ്ഥർ ടെർമിനൽ 3-ലെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പ്രവേശനം അനുവദിച്ചു. അങ്ങനെ വിമാനത്താവളത്തിലിരുന്ന് നേരം വെളുപ്പിച്ചു. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ നേരം വെളുപ്പിച്ച ഇവർ വരുന്നവരോടും പോകുന്നവരോടും നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അപേക്ഷിച്ചു. ഷർബാസും ജ്യേഷ്ഠൻ ഷനൂഫും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഉമ്മയെയും മക്കളെയും ഉപേക്ഷിച്ച് പോയതാണ് വാപ്പ അഷ്റഫ്. മക്കളെ 2 പേരെയും വളരെ കഷ്ടപ്പെട്ട് വീട്ടുജോലിയെടുത്താണ് ഈ അമ്മ വളർത്തിയത്. നാട്ടിലുള്ള ജ്യേഷ്ഠന് വല്ലപ്പോഴുമുള്ള പ്ലംബിംഗ് ജോലിയാണ് ഏക ആശ്രയം. വാടക വീടിനടുത്തുള്ളവരാണ് സന്ദർശക വിസയിൽ വന്നാൽ ജീവിതം രക്ഷപ്പെടുമെന്ന പ്രലോഭനം നൽകിയത്. ഇവിടെ എത്തിയ ശേഷം ഇവരൊന്ന് വന്ന് കാണാനോ സഹായം ചെയ്യാനോ ശ്രമിച്ചില്ല. ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കോവിഡ് കാലത്തെ ദുരിതം പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു. മാർച്ച് 22-ാം തീയതി തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് എടുത്തിരുന്നു ഈ കുടുംബം. ഈ സമയത്താണ് നാട്ടിൽ ലോക്ക്ഡൗൺ ആയതും വിമാന സർവീസുകൾ നിർത്തിയതും. ഇവരുടെ കഥ കേട്ട ട്രാവൽ ഏജൻസിക്കാർ ടിക്കറ്റ് പണം മടക്കി നൽകി. സ്കിൻ അലർജിയുള്ള റജീന മരുന്നില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. കണ്ണും മുഖവുമെല്ലാം തടിച്ച് വീർത്ത നിലയിലാണ്. ആശുപത്രിയിൽ പോകാൻ പോലും നിവൃത്തിയില്ല. എംബസിയിലേക്ക് ഇതൊക്കെ കാണിച്ചാണ് ഒട്ടേറെ ഇമെയിലുകൾ അയച്ചത്. നാട്ടിലേക്ക് കയറ്റിവിടാൻ പ്രഥമ പരിഗണന ലഭിക്കേണ്ടവരാണിവർ. അബുദാബി വിമാനത്താവള ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് നൽകുകയും ഭക്ഷണം നൽകുകയും ചെയ്തു. പ്രതീക്ഷയറ്റ് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വന്ന ഇവർക്ക് സഹായഹസ്തവുമായി എത്തിയത് അബുദാബി KMCC പ്രസിഡന്റ് ഷുക്കൂർ അലി കലിങ്ങലാണ്. ഇവരെ അബുദാബിയിലെ ഒരു ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. KMCC വളണ്ടിയർമാർ ഭക്ഷണവും എത്തിച്ചു നൽകുന്നു. കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് പോയവർക്കൊപ്പം വിമാനത്താവളത്തിൽ കൊറോണ വൈറസ് പരിശോധന വരെ പൂർത്തിയാക്കി. ഒഴിവുണ്ടെങ്കിൽ കയറ്റിവിടാം എന്ന് ഉറപ്പു പറഞ്ഞവരെല്ലാം വിമാനം പുറപ്പെടാറായപ്പോഴാണ് പരിഗണിക്കാനാവില്ലെന്ന് അറിയിച്ചത്. അടുത്ത വിമാനത്തിലെങ്കിലും നാട്ടിലേക്ക് തിരിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് ഈ അമ്മയും മകനും ഇപ്പോൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.